എന്തായാലും ബംഗ്ലാദേശിൽ കുറച്ചു കാലമായിട്ട് വല്ലാതെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. വൻ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുകയാണ്. ഈ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോൾ അതെന്തുകൊണ്ട് നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നത് വല്ലാത്ത ഒരു ചർച്ചയാണ്. ഇന്ത്യ അത് വളരെ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, ആരാണ് ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് എന്നത് എല്ലാവർക്കും വ്യക്തമാണ്. എങ്കിലും ഇതാ അവിടെ ബംഗ്ലാദേശിൽ കുറച്ചു കാലം മുമ്പ് നടന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ വീഡിയോയിൽ ഈ പ്രക്ഷോഭകർ, ഈ തലയിൽ തൊപ്പിയൊക്കെ വച്ച് നിൽക്കുന്ന ഈ പ്രക്ഷോഭകർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ആരുടെ മുഖമാണ് ഇവർ ഇങ്ങനെ ബോലോ തക്ബീറൊക്കെ വിളിച്ചുകൊണ്ട് ഇവർ ഈ മുഖം അടിച്ച് പൊട്ടിക്കുന്നത്? ആരുടെ മുഖമാണെന്ന് അറിയാമോ? മുജീബുർ റഹ്മാന്റെ, ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്ന് അവർ വിലയിരുത്തുന്ന, അവർ അംഗീകരിക്കുന്ന ബംഗബന്ധു എന്ന് നമ്മുടെ ഭാരതീയർ വിളിക്കുന്ന, ബഹുമാനിക്കുന്ന മുജീബുർ റഹ്മാന്റെ മുഖമാണ് ഈ മത ഭ്രാന്തന്മാർ. അത് കേരളത്തിലും അത്തരത്തിലുള്ള ഒരു സംഘടനയുണ്ട്, അതായത് ജമാഅത്ത് ഇസ്ലാമി എന്ന് നമുക്ക് കേൾക്കാം. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഭാഗമായ ബംഗ്ലാദേശ് ഭാഗമാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഘടകമാണ് ഈ മുജീബുർ റഹ്മാന്റെ മുഖം അടിച്ച് പൊട്ടിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ രാഷ്ട്രപിതാവിനെ പോലും അവർക്ക് വിലയില്ലാതെ അവരുടെ മുഖത്ത് നോക്കി പിന്നെ അധിക്ഷേപം പറഞ്ഞുകൊണ്ടും അസഫ്യം പറഞ്ഞുകൊണ്ടും ബോലോ തക്ബീർ വിളിച്ചുകൊണ്ടും ഇങ്ങനെ തകർക്കുമ്പോൾ ഇനി അവിടെ ഈ വളരെ കുറച്ച് ആയ ഹിന്ദുക്കൾക്ക് എന്തു രക്ഷ കിട്ടാനാണ്? ലോകം ഇത് കാണേണ്ടതാണ്. ഞാനിത് പറയുമ്പോൾ ലോകം കാണേണ്ടത് ഞാൻ പറയില്ല, കേരളം ഇത് കാണേണ്ടതാണ്. ഭാരതം കാണണമെന്ന് ഞാൻ പറയില്ല, കാരണം ഭാരതത്തിൽ ഇത് കാണാനുള്ള ആൾക്കാരുണ്ട് പല ഭാഗത്തും. പക്ഷെ കേരളം ഇത് കാണണമെന്ന് ഞാൻ പറയാൻ കാരണം, അടിവരയിട്ട് പറയുന്നു, കേരളം ഇത് കാണണം. കേരളത്തിൽ നമ്മൾ കണ്ടതാണ് ഈ പലസ്തീൻ അനുകൂല സെമിനാറുകളും സമ്മേളനങ്ങളും ഈ തീവ്രവാദി സംഘടനയെന്ന് ഒരു പ്രധാന എംപിയും നേതാവും ഒക്കെ വിശേഷിപ്പിച്ച ഹമാസിന് അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളും അതുപോലെ പ്രഖ്യാപനങ്ങളും അതുപോലെ സെമിനാറുകളും ഒക്കെ സംഘടിപ്പിച്ച ഒരു നാടാണ് നമ്മളെ കേരളം. ഈ സംഘടിപ്പിച്ചവർ രാജ്യം ഭരിക്കുന്ന, കേരളം ഭരിക്കുന്ന, രാജ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കേരളമാണ്, കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് ഇത്തരത്തിലുള്ള സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ചെന്ന് വല്ലാതെ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനം ഇസ്രായേൽക്കാർ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ശരി തന്നെയാണ്, കുറേയൊക്കെ അത് നടക്കുന്നുണ്ടെന്നുള്ള ശരി, പക്ഷേ അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ സെമിനാറുകൾ നടത്തിയത്. പക്ഷേ തൊട്ടടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ ബംഗാളികളെന്ന് പറഞ്ഞ് വന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നവരിൽ പലരും ബംഗ്ലാദേശുകാർ ാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇടയിൽ പോലും ബംഗ്ലാദേശികളുണ്ട്. തീവ്രവാദികളാണോ അവരല്ലയോ എന്നുള്ള നമുക്കറിയില്ല, നമ്മുടെ അവിടെ ജോലി ചെയ്യുകയാണ്. എന്തായാലും അങ്ങനെ ബംഗ്ലാദേശികൾ കേരളത്തിൽ പോലും ഉള്ളപ്പോൾ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഈ അവിടുത്തെ രാഷ്ട്രപിതാവിനെ പോലും അധിക്ഷേപിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടന്നിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഇവിടെ ഒരു ന്യൂനപക്ഷ സംരക്ഷണ സെമിനാർ, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ എന്ന് പറഞ്ഞൊരു സെമിനാർ നടത്താത്തത്? വേണ്ട, നിങ്ങൾ സെമിനാർ നടത്തണ്ട, സെമിനാർ നടത്താൻ നിങ്ങൾക്ക് ആർജവങ്ങളില്ല, പക്ഷേ ഒരു പ്രസ്താവന ഇറക്കാമല്ലോ. വേണ്ട, പ്രസ്താവന എടുക്കാൻ ക്യാമറ മൈക്കുകളുടെ മുന്നിൽ വന്ന് പ്രസ്താവന പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലായിരിക്കും. എന്നാൽ ഒരു പത്രപ്രസ്താവന, ഒരു പത്രക്കുറിപ്പിറക്കാമല്ലോ. ഞങ്ങൾ പ്രതിഷേധിക്കുന്നു, ഞങ്ങൾ ഇതിൽ എതിരാണ്. മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി എത്ര തവണയാണ് പാലസ്തീനെ അനുകൂലിച്ചും ഇസ്രായേലിനെ എതിർത്തും ഹമാസിനെ അനുകൂലിച്ചും നമ്മുടെ കേരളത്തിൽ പല മുക്കിനും കോണിനും വന്ന് പ്രസംഗിച്ചിട്ടുള്ളത്, സംസാരിച്ചിട്ടുള്ളത്? മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പോലും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷ പ്രീണനം, അതും പകൽ പോലെ വ്യക്തമാണ് നടന്നിട്ടും അവിടുന്ന് പുറത്താക്കിയ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പോലും അവിടെ ന്യൂനപക്ഷ ഹത്യ നടക്കുകയാണ്, ന്യൂനപക്ഷങ്ങളെ വംശഹത്യ നടത്തുകയാണെന്ന് അവർ പറഞ്ഞിട്ട് പോലും, അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന അവർ പറഞ്ഞിട്ട് പോലും ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ലോകം മുഴുവനും മനുഷ്യത്വത്തിനു വേണ്ടി മനുഷ്യനാകണമെന്ന് പാടി നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് അവർക്ക് എന്തുകൊണ്ട് ഇത് കഴിയുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതൊന്നും മിണ്ടുന്നില്ല?
പിണറായി വിജയൻ മിണ്ടുന്നില്ല? എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിനെതിരെ സംസാരിച്ചില്ല? എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനമുള്ള പ്രകാശ് കാരാട്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല? എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി CPIയുടെ ടി രാജ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല? ഞാൻ ഇവരെ മാത്രം പറയുന്നത്, കോൺഗ്രസ് വലുതായിട്ടൊന്നും ഇവിടെ സതീശനൊന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. അപ്പോൾ ഇവരെല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് പലപ്പോഴും ഈ പ്രമേയങ്ങൾ പാസ്സാക്കുന്നവരാണ്. ഇസ്രയേൽ ആക്രമണത്തിനെതിരെ പാലസ്തീൻ അനുകൂലമായി, ഹമാസ് അനുകൂലമായി എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നിയമസഭയിൽ പോലും ഒരുമിച്ച് പ്രമേയം പാസ്സാക്കുന്നവരാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ന്യൂനപക്ഷങ്ങളെ, അത് ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ അവിടെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്, സിഖുകാരുണ്ട്, ജൈനരുണ്ട്, പാഴ്സികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഇവരെല്ലാം അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ്, ഹിന്ദുക്കൾ മാത്രമല്ല. ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ സംഘീപട്ടം കിട്ടി കേരളത്തിൽ നിന്നും പുറത്താക്കപ്പെടും എന്നൊരു, അല്ലെങ്കിൽ ഈ ബുദ്ധിജീവി ഈ ചട്ടക്കൂടിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന ചിലരുണ്ടാകും. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ അത് വേണ്ട, ഹിന്ദുക്കളെ അനുകൂലിച്ച് സംസാരിക്കേണ്ട, അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറയൂ. അവിടുത്തെ ക്രിസ്ത്യാനികളുടെ അപകടത്തിലാണ്. ഈ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ ചുട്ടുകൊല്ലുന്നതെന്ന് വിളിച്ച ഇവിടുത്തെ സഖാക്കൾക്കൊന്നും ബംഗ്ലാദേശിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തിട്ട് എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോൾ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഏകപക്ഷീയമാണ്, ഇത് വളരെ ഗുരുതരമാണ്. എന്തായാലും ഞാൻ അത്തരം കാര്യങ്ങൾ കൂടുതൽ പറയുന്നില്ല. പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ സമസ്തയുടെ പ്രമുഖനായ നേതാവ് പോലും ഈ വംശഹത്യ, ബംഗ്ലാദേശിൽ നടക്കുന്ന വംശഹത്യ തടയണമെന്നും അതിനുവേണ്ടി ഇന്ത്യ ഇടപെടണമെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. സമസ്തയുടെ പ്രമുഖ ആചാര്യൻ പോലും പറഞ്ഞു. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും പറയാൻ ഇപ്പോഴും ഭയമാണ്. എന്തായാലും ബംഗ്ലാദേശിൽ ഞാൻ നേരത്തെ പറഞ്ഞ മുജീബർ റഹ്മാനെ കുറിച്ച് കുറച്ച് കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ നിന്നും ഈ വീഡിയോ അവസാനിപ്പിക്കാം. ദേശീയ ദിനമായി ആഗസ്റ്റ് 15 അവർ അവിടെ ആചരിക്കുന്നത് ബംഗ്ലാദേശിൽ. ഇനി അവിടെ ഈ ദേശീയ 15 ആചരിക്കേണ്ട എന്ന ഒരു തീരുമാനമാണ് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയും മതമൗലികവാദികളും എടുത്തിരിക്കുന്നത്. ഹസീന പറഞ്ഞു കഴിഞ്ഞു, മതമൗലികവാദികളാണ് അവിടെ പ്രവർത്തിക്കുന്നത്, അവരെ എത്രയും വേഗം ഒതുക്കിയില്ലെങ്കിൽ ലോകം അപകടത്തിലേക്ക് പോകും, നമ്മുടെ നാട് അപകടത്തിൽ പോകുന്നു ഹസീന പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങനെ ഈ മതമൗലികവാദികൾ, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മതമൗലികളെല്ലാം കൂടി ഇനി ദേശീയ ദിനമായി ആഗസ്റ്റ് 15 ആചരിക്കേണ്ടെന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഒരു ഇടക്കാല സർക്കാർ അങ്ങനെ അതിനുവേണ്ടി ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നും വാർത്തകൾ വരുന്നുണ്ട്. ഇതിനായി ഇടക്കാല സർക്കാർ കരടും ഒരു ബില്ല് പോലും തയ്യാറാക്കിയതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ചുമ്മാ വെറുതെ ആരോപണം ഉന്നയിച്ചതല്ല. ഈ ഇടക്കാല സർക്കാർ അത്തരത്തിലുള്ള കരട് ബില്ല് പോലും പാസ്സാക്കി ഈ ദേശീയ ദിനമായിട്ട് ആഗസ്റ്റ് 15 ആചരിക്കേണ്ട എന്ന്. ഇനി ബംഗ്ലാദേശിൻ്റെ എന്താണ് ഈ ദേശീയ ദിനം ആഗസ്റ്റ് 15 എന്ന് എന്തുകൊണ്ടല്ലേ? അതായത് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബർ റഹ്മാൻ കൊല്ലപ്പെട്ട ദിവസമാണ് ഈ ആഗസ്റ്റ് 15. അങ്ങനെ കൊല്ലപ്പെട്ട ദിവസം എന്ന നിലയിലാണ് ആ രാജ്യം ഈ ഓഗസ്റ്റ് 15 ഒരു ദേശീയ ദിനമായി ആചരിച്ചു വരുന്നത്. ഓഗസ്റ്റ് 15 ബംഗ്ലാദേശിൽ അവധി ദിവസവും കൂടിയാണ്. ഇപ്പോൾ അങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴല്ല, തൊട്ട് മുമ്പ് വരെ, ഷെയ്ഖ് ഹസീന ഉള്ളതുവരെ. ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും രാജ്യത്തിൽ നിന്ന് പലായനം ചെയ്യുകയും ചെയ്തതിന് പിന്നാലെ മുജീബർ റഹ്മാന്റെ പ്രതിമകളും ചിത്രങ്ങളും ബംഗ്ലാദേശിൽ വ്യാപകമായി നശിക്കപ്പെട്ടിരുന്നു. അതിന്റെ ചില ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ നിലയിൽ ബംഗ്ലാദേശിന്റെ ചിത്രത്തിൽ നിന്നും പോലും ഷെയ്ഖ് മുജീബർ റഹ്മാനെ മായ്ക്കപ്പെടുന്നു അല്ലെങ്കിൽ മായ്ച്ചു കളയണമെന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടത്തിനാണ് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നടക്കുന്നത്. 49ാം വർഷം വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ്. അതായത് 49 വർഷം മുമ്പെയാണ് ഈ മുജീബർ റഹ്മാൻ ഈ ആഗസ്റ്റ് 15 കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നു കയറി അക്രമികൾ, ഈ മതമൗലിവാദികൾ കടന്നു കയറി അദ്ദേഹത്തിനെ വധിക്കുകയാണ് ചെയ്തത്. പട്ടാളത്തിന്റെ പിന്തുണയും കൂടി ചെറുതായിട്ടന്ന് ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു കാര്യം. എന്തായാലും ഷെയ്ഖ് ഹസീന ഇന്നലെ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസിന്റെ സർക്കാരിനെതിരെ നിശ്ചിതമായ വിമർശനമാണ് അവർ നടത്തിയത്. ഭരണഘടനാ വിരുദ്ധമായി അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂനുസ് രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ഹസീന കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹസീന ഇതുവരെ ഒളിവിലായിരുന്നു, അതുകൊണ്ട് ഒളിവിലാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്ത്യ ഒളിച്ചു വച്ചിരിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ഇതാ പുറത്തു വന്ന് ഈ ഇപ്പോൾ നടക്കുന്ന ന്യൂനപക്ഷ ഹത്യക്കെതിരെ പരസ്യമായി തന്നെ അവർ
അവർ അഭിപ്രായം പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും 49 വർഷം മുമ്പാണ് പിന്നെ ഒരു ശൈശവാവസ്ഥയിലായിരുന്ന ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അസ്ഥിരാവസ്ഥയ്ക്ക് വഴിതെളിച്ച് ബംഗ്ലാദേശ് പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊല്ലപ്പെടുന്നത്. ബംഗ്ലാദേശ് വിമോചനത്തിന് ശേഷം ബംഗബന്ധു എന്ന് ഇന്ത്യക്കാർ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവിന്റെ കൊലപാതകം കഴിഞ്ഞ അരനൂറ്റാണ്ടോളമായുള്ള ബംഗ്ലാദേശിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത അടയാളമായി ഇന്നും അത് ബാക്കി നിൽക്കുകയാണ് ഈ മുജീബുർ റഹ്മാന്റെ കൊലപാതകം. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ട് 49 വർഷം തികയുന്ന ഈ ഘട്ടവും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ശുഭകരമല്ല. സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശിൽ നിലവിൽ വന്നിരിക്കുന്നത്. ഈ വർഷം തുടക്കത്തിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, അതായത് 4ാമതും അധികാരത്തിലെത്തിയ, അതായത് കഴിഞ്ഞ 2023 വർഷത്തിൽ 2023 വർഷത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹസീന അധികാരത്തിൽ വന്നതാണ്. എന്നിട്ടിപ്പോൾ അവർ പുറത്താക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. വലിയ പ്രക്ഷോഭം നടത്തിയിട്ടാണ് അവിടെ ഇപ്പോൾ ഇവർ പുറത്താക്കപ്പെട്ടത്. എന്തായാലും അങ്ങനെയുള്ള നാടിനെ പിന്നെ ശക്തമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന മുജീബുർ റഹ്മാന്റെ പ്രതിമ പോലും അവിടെ അടിച്ചു തകർക്കുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഇത് നോക്കി നിൽക്കാൻ കഴിയില്ല. ഇടപെടുക തന്നെ വേണം. ദയവായി ഇവിടെ മൗനം പാലിക്കുന്നവർ അവരുടെ മുഖം കേരള ജനങ്ങൾ തിരിച്ചറിയണം. ഇവരുടെ ഉദ്ദേശം എന്താണ്? വെറും വോട്ട്, ചിലരുടെ വോട്ട് ബാങ്കുകളെ ഭയന്ന് ന്യൂനപക്ഷങ്ങളെ, ഞാൻ ഹിന്ദു എന്ന് മാത്രം പറയുന്നില്ല, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ മൗനം പാലിക്കുകയാണ് കേരള മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും.